ഷെമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടിരുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു ആശയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ചില സംശയങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെറിയ വൈദികർ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇന്ന് നമ്മളോടുകൂടെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന വൈദികരെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഫാദർ അഖിൽ പത്തിൽ വിസി, ഫാദർ ഷെറിൻ പറമ്പൻ വിസി, ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൻ വിസി, ഞാൻ ഫാദർ ജോസഫ് ഓണാട്ട് വിസി. കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനങ്ങൾക്കായിട്ട് UK പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്നോടൊരു പെൺകുട്ടി ചോദിച്ച ചോദ്യം എന്നെ ഒത്തിരിയേറെ ചിന്തയിലേക്ക് കൊണ്ടുപോയി. ചോദ്യം ഇതാണ്: വാട്ട് എ കോംപ്ലിക്കേറ്റഡ് റിലീജിയൻ ഈസ് ക്രിസ്ത്യാനിറ്റി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബിലീവ് ഇൻ ക്രിസ്ത്യൻ ഗോഡ് കോൺസെപ്റ്റ്. Some say there are 3 gods, some say there is 1 God. അതായത് ആ കുട്ടിയുടെ സംശയം ക്രിസ്തീയ ജീവിതത്തിലെ ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള വലിയൊരു സംശയമായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലെ ത്രിത്വൈക ദൈവം. ഇതിൽ ചിലർ പറയും 3 ദൈവം ഉണ്ടെന്ന്, ചിലർ പറയും 1 ദൈവമേ ഉള്ളൂ, 3 ആളുകളാണെന്ന്. ഈ കാര്യങ്ങളിലൊരു ക്ലാരിറ്റി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഞാൻ ആ കുട്ടിയോട് മറുപടി പറയേണ്ടത് എങ്ങനെയാണെന്നറിയാതെ ഞാൻ ആദ്യം ഒന്ന് കുഴങ്ങി. അതിനുശേഷം കുറച്ചേറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഇപ്രകാരമായിരുന്നു: മോളെ, ക്രിസ്തീയ ജീവിതത്തിലെ ദൈവം സത്യദൈവമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് ഈ ദൈവത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു മരമാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു മലയാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ജലമാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ നമ്മൾ വിശ്വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് പിന്നെയുള്ള 3 ദിവസങ്ങളിലെ ധ്യാനത്തിലും ഞാൻ ഈ ദൈവത്തെക്കുറിച്ച്, ദൈവിക സങ്കല്പങ്ങളെക്കുറിച്ച്, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആ ജനങ്ങൾക്ക് മുഴുവനായിട്ടും വിശദീകരിച്ചു കൊടുക്കുവാൻ പരിശ്രമിച്ചു. 2ാമത്തെ ദിവസം ആ കുട്ടി വന്നിട്ട് പറഞ്ഞു: അച്ഛാ, എൻ്റെ സംശയങ്ങൾ തീർന്നു, ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്നു മുതലുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ദൈവവിശ്വാസത്തെക്കുറിച്ച് നല്ലവണ്ണം ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതിന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ വൈദികരും ഒരുമിച്ച് ചേരും. നിങ്ങളെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ ഒരു വിചിന്തനങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അച്ഛൻ UK ആ കൊച്ചിൻ്റെ അനുഭവം പങ്കുവച്ചു. തീർച്ചയായിട്ടും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. UK പോയി ധ്യാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ തലമുറയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന ഒരു ചോദ്യം, ക്രിസ്തീയ ജീവിത രഹസ്യത്തിൻ്റെ പരമപ്രധാനമായ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ കൊച്ചു ചോദിച്ചു. അച്ഛൻ എങ്ങനെയാണ് അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി സാധിച്ചത്? എങ്ങനെയാണ് അതിന് ഉത്തരം നൽകിയത്? അതായത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വചനപ്രസംഗത്തിൻ്റെ സമയത്താണ് ഞാനിത് വെളിപ്പെടുത്തിയത്. എനിക്കൊരു ബോധ്യം ലഭിച്ചതും ഞാനത് പറയുകയും ചെയ്തു. ദൈവം വെളിപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി വാസ്റ്റാണ്. നമ്മൾ നെഗ്ലിജിബിളി സ്മോളാണ്. നമ്മുടെ ബുദ്ധിക്ക് വളരെയേറെ പരിമിതികളുണ്ട്. ഈ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നിന്ന് നമുക്ക് ഈ വലിയ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെപ്പോലും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ സൃഷ്ടിച്ച ദൈവം, ഈ ദൈവത്തെ നമ്മുടെ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ വഴികളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു.
അത് തുടങ്ങിയത് നമുക്ക് ചരിത്രത്തിൽ ദൈവം വ്യക്തമായി ഇടപെട്ടു എന്ന് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ വിളിക്കുന്നതോടുകൂടിയാണ്. എന്നാൽ അബ്രാഹം മനസ്സിലാക്കിയ ദൈവം എന്ന് പറയുന്നത് രൂപമില്ലാത്ത ദൈവമായിരുന്നു, പേരില്ലാത്ത ദൈവമായിരുന്നു. ദൈവം അവിടെ പേര് വെളിപ്പെടുത്തുന്നില്ല, തൻ്റെ രൂപം അബ്രാഹത്തിന് കാണിച്ചു കൊടുക്കുന്നില്ല. ഒന്നുകിൽ ഒരു അശരീരിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നലായിട്ടോ അബ്രാഹം മനസ്സിലാക്കിയ ഒരു ദൈവമായിരുന്നു പഴയ നിയമത്തിലെ ദൈവം. എന്നാൽ അബ്രാഹം ദൈവത്തെ അനുസരിച്ചു. ദൈവം പറഞ്ഞത് കേട്ട് അവൻ ഇറങ്ങി തിരിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവത്തെ അവൻ ആരാധിച്ചു. കാണുന്ന അവൻ ഷെക്കേമിലേക്ക് യാത്ര ചെയ്തു, അവിടെ ദൈവത്തിനൊരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. പിന്നെ അവൻ ബഥേലിലേക്ക് യാത്ര ചെയ്തു, അവിടെ വീണ്ടും ആരാധിച്ചു. പിന്നെ ദൈവം മക്കളെ നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലും ലഭിക്കാത്ത സമയങ്ങളിൽ പോലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ അബ്രാഹം വിശ്വാസികളുടെ ഒരു പിതാവായിട്ടൊക്കെ മാറി. എന്നാൽ അബ്രാഹം മകനുണ്ടായി, ഇസഹാക്ക് എന്നാണ് പേര്. ഇസഹാക്കിലൂടെ സന്തതി പരമ്പര അറിയപ്പെടുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇസഹാക്കിനെ തന്നെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അതുവരെ ഈ സാറായോ ഇസഹാക്കോ എങ്ങനെയാണ് ഈ ദൈവത്തിൽ വിശ്വസിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ സാറ ചിരിക്കുന്നുണ്ട്. പക്ഷെ അബ്രാഹം വിശ്വസിച്ചു. ഈ കുഞ്ഞിനെ തന്നെ ബലിയർപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. എന്നിട്ട് മോറിയ മലയിൽ ചെന്നിട്ട് ഈ അപ്പൻ സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന സമയത്ത് ഇനി കുഞ്ഞിന്, അതായത് ഇസഹാക്കിന്, ഇനി അപ്പനിലൊരു പ്രതീക്ഷയില്ല. അവൻ അവിടെ ദൈവത്തെ വിളിച്ചു. ഇതുവരെ അബ്രാഹം വിശ്വസിച്ചിരുന്ന ദൈവത്തെ അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്ക് വിളിക്കാൻ തുടങ്ങി. മലയിലേക്ക് കയറിയപ്പോൾ വിശ്വാസിയായിട്ട് ഒരാളെ ഉള്ളായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പം വിശ്വാസികൾ 2 പേരാണ്, അബ്രാഹവും മകൻ ഇസഹാക്കും. ഇതൊരു വിശ്വാസ പകർച്ചയാണ്. അബ്രാഹം മകന് കൊടുത്ത വിശ്വാസമാണ്. നീ എന്നെ അല്ല അപ്പാ എന്ന് വിളിക്കേണ്ടത്, നീ അപ്പാ എന്ന് വിളിക്കേണ്ടത് സ്വർഗത്തിലുള്ള ദൈവത്തെയാണ്. നമുക്ക് അങ്ങനെ ഒരു റെലവൻ്റ് ആയിട്ട് ബൈബിളിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രാഹം ഇത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ചത് വഴി, ദൈവത്തിൽ ആശ്രയിച്ചത് വഴി, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചത് വഴി തൻ്റെ മകന് പകർന്നു കൊടുത്ത ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അബ്രാഹം പിന്നെ മരിക്കുന്നു. മരിച്ചതിന് ശേഷം ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് അബ്രാഹത്തിൻ്റെ ദൈവം എന്നാണ്. നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവം. പിന്നെ ഇസഹാക്ക് മരിക്കുന്നു. ഇസഹാക്ക് മരിച്ചതിന് ശേഷം പിന്നെ യാക്കോബ് യാത്രയൊക്കെ തുടരുമ്പോൾ യാക്കോബിന് ദൈവം വെളിപ്പെടുത്തുന്നത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം. ഇവിടെയൊന്നും ദൈവം പേര് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ച ദൈവം തന്നെയാണ് ഞാനെന്ന് പറഞ്ഞ ദൈവം വെളിപ്പെടുത്തുന്നു. പിന്നെ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് കടന്നുപോയി. പിന്നെ ജോസഫിൻ്റെ തലമുറകളും കാര്യങ്ങളും എല്ലാമായി ഈജിപ്തിലെ അടിമത്തങ്ങൾ വരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ആളാണ് മോശ. മോശയ്ക്ക് ദൈവം ഹോറബിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നത് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനെ അത്രയേ അറിയത്തുള്ളൂ. എന്നാൽ മോശ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു പുതിയ വെളിപ്പെടുത്തൽ വരികയാണ്. എന്താണ് നിന്റെ പേര്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് അവിടെ ദൈവം മറുപടി നൽകുന്നത്? ഞാൻ തന്നെ. അത് ഹെബ്രായ ഭാഷയിൽ ഏഹയ, അഷർ, ഏഹയ, അത് തന്നെയാണ് യഹോവ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇതാണ് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തിയത്. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, നീ ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്. ഇപ്പം യഹോവ എന്ന പദത്തിന് നമുക്ക് മറ്റൊരു ട്രാൻസ്ലേഷനാണ് അദോനായി എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ കീരിയോസ്, പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ലോഡ്, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കർത്താവ്. അപ്പം നമ്മുടെ മലയാളം ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്. പല ദേവന്മാരുണ്ടായിരിക്കും, പല ദൈവങ്ങൾ, വിജാതീയ ദൈവങ്ങളൊക്കെ നമ്മൾ ഈജിപ്തിൽ കാണുമായിരിക്കും. പക്ഷെ ആ ദൈവങ്ങളൊന്നും അല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. എങ്കിൽ പോലും അവർ ദൈവമെന്ന് വിളിച്ചിരുന്ന പലരും കാണുമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈജിപ്തുകാർ ദൈവമെന്ന് വിളിച്ചിരുന്ന വിഗ്രഹങ്ങൾ പലത് കാണും. പക്ഷെ അതിനെ എല്ലാം മാറ്റിയിട്ട് ദൈവം പറയുവാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. എന്നിട്ട് പറയുന്നു, ഈ കർത്താവ് എന്നതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. അബ്രാഹത്തിനും
ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. അതായത് ദൈവം തൻ്റെ പേര് അബ്രാഹത്തിനോ ഇസഹാക്കിനോ യാക്കോബിനോ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ പേരറിയത്തില്ല. എന്നാൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി. അപ്പം ദൈവം വെളിപ്പെടുത്താതെ ദൈവത്തിൻ്റെ പേരോ ദൈവത്തിൻ്റെ രൂപമോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇതിനോട് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേര് എന്ന് പറയുന്നത് യഹോവ എന്നുള്ളതാണ്. നമ്മൾ ഹീബ്രു ട്രാൻസ്ലേഷന്റെ ഷോർട്ട് നെയിമാണ് യഹോവ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഏഹയ, അഷർ, ഏഹയ എന്നുള്ളതിന്റെ ചുരുക്കെഴുത്താണ് യഹോവ. യഹോവ ഈ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇത് ഒരു കാലത്തും യഹൂദന്മാര്, പ്രത്യേകിച്ച് ആ പഴയ നിയമത്തിലെ യഹൂദർ ഒരു കാലത്ത് ഉച്ചരിക്കാത്തൊരു പേരാണ്. കാരണം അവർ വളരെ സേക്രഡ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു പേരാണത്. അതായത് ദൈവം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നാമം പോലും അതിനു മാത്രം പരിശുദ്ധമാണ്, അതിനു മാത്രം വിശുദ്ധമാണ്. അപ്പോൾ ആ നാമം പോലും അങ്ങനെ വൃഥാ പ്രയോഗിക്കരുത് എന്നുള്ളൊരു കൽപ്പനയുണ്ട് നമുക്ക്. ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്. അപ്പോൾ ആ പേര് പോലും അവർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത്രയും പരിശുദ്ധമായിട്ട് അവർ പരിഗണിക്കുന്ന. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അവര് യഹോവ എന്ന് പറയുന്ന, അപ്പോൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ യഹോവ എന്ന പേര് ആണ് അവർ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ സൈലന്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവ എന്ന് പറയുന്ന ആ 4 അക്ഷരങ്ങളുടെ ഒപ്പം തന്നെ കുറച്ച് അക്ഷരങ്ങൾ എക്സ്ട്രാ ചേർത്തിട്ട് ആ യഹോവയാണ് അവർ അദോണായി എന്ന് കൺവേർട്ട് ചെയ്യുന്നത്. അദോണായി. അപ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ്, അത് അദോണായി നമ്മൾ ഗ്രീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ കീരിയോസ് എന്ന് വരും. അത് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴാണ് അത് കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് എന്ന് പറയുന്ന നാമം ശരിക്കും പറഞ്ഞാൽ ഈ യഹോവ എന്ന് പറയുന്നതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയാവുന്ന രീതിയാണ്. പക്ഷേ യഹോവ എന്ന് പറയുന്ന നാമം നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഒരു തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് അത് ഒരു പ്രോപ്പർ നെയിമിനേക്കാൾ ഉപരിയായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നാമമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് അറിയിച്ചു നോക്കിയേ, മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത് ഞാൻ തന്നെ എന്നുള്ള രീതിയിലാണ് വെളിപ്പെടുത്തുന്നത്. അത് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അപ്പച്ചൻ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്യുമ്പോൾ ഒരു കാലത്തും അപ്പച്ചൻ്റെ പേര് പറഞ്ഞിട്ടല്ല ഫോൺ ചെയ്യുന്നത്. ഫോൺ എടുത്ത ഉടനെ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാനാണെന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം ആരാണ് ഫോൺ ചെയ്യുന്നത്. ഫോൺ ചെയ്യുന്നത് അപ്പച്ചനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. അതായത് മോശയ്ക്ക് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് ഞാൻ തന്നെ, അല്ലെങ്കിൽ ആ യഹോവ എന്ന് പറയുന്ന പേര് ഉടലെടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ നാമം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും പിതാവായ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കാം പുത്രനായ ക്രിസ്തുവാണ്. ശരിയാണ്, പുത്രനായ ക്രിസ്തു ആണല്ലേ പിതാവ് എന്നുള്ള നാമം നമുക്ക് പറഞ്ഞു തന്നെ. ഇപ്പൊ 4 സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാകും യേശു ക്രിസ്തു തന്നെ പിതാവേ എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. 165 പ്രാവശ്യത്തോളം 4 സുവിശേഷങ്ങളിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം മാത്രമേ ദൈവമേ എന്ന് പറഞ്ഞ ഒരു വാക്ക് പുത്രനായ ക്രിസ്തു ഉപയോഗിക്കുന്നത്. സങ്കീർത്തനം 22-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ തന്നെ എല്ലാവരും ഇത് പരിത്യക്തന രോദനം പ്രത്യാശ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു കുരിശിൽ കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, ആ ഒരു സങ്കീർത്തന ഭാഗം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് മാത്രമേ എൻ്റെ ദൈവമേ എന്നൊരു വാക്ക് യേശു ക്രിസ്തു ഉപയോഗിക്കുന്നു. അല്ലാത്ത ഭാഗത്ത് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും എപ്പോൾ ഈശോ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം പിതാവേ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് കൂടുതൽ പിതാവായ ദൈവത്തെ നമ്മളെ അങ്ങനെ ഒരു ഫിഗർ ഔട്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബന്ധം തന്നെയാണ് അല്ലേ? ഇതൊരു വളർച്ചയാണ് കേട്ടോ. ഈ പിതാവിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ 164 തവണ അത് പുതിയ നിയമത്തിൽ വിളിക്കപ്പെടുന്നു. അത് പിതാവേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുക. നമ്മൾ ഈ പിതാവ് എന്ന വാക്കിന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ 2 അർത്ഥതലങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് ഇവൻ സൃഷ്ടകർത്താവാണ്, സകലതിനെയും സൃഷ്ടിച്ചവനാണ്, ഈ സൃഷ്ടിക്കെല്ലാം ഉപരിയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നു. സൃഷ്ടാവേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നു. കാരണം ഇവൻ എല്ലാവരെയും സൃഷ്ടിച്ചത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ആരും തന്നെ മതങ്ങൾക്കെല്ലാം അപ്പുറം ജീവശ്വാസം നൽകിയ ഒരു ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കണം. കാരണം ജീവന്റെ ഉറവിടമാണ് ദൈവം. ഈ ഒരു അർത്ഥതലത്തിലാണ് പഴയ നിയമത്തിൽ കൂടുതലായിട്ട് അവർ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ദൈവത്തിന്റെ ബാക്കി എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ രൂപം, ഇതൊന്നും വെളിപ്പെട്ടിട്ടില്ല.
അപ്പോൾ ആ ഒരു വളർച്ചയുടെ, അതുകൊണ്ടാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ രക്ഷാകര ചരിത്രത്തിലേക്ക് തന്നെ നോക്കണം. രക്ഷാകര ചരിത്രം മുഴുവൻ ദൈവം നമുക്ക് ആരാണെന്ന് വെളിപ്പെടുത്തി തരുക. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം, അച്ഛൻ പറഞ്ഞല്ലോ, ഒരു ബന്ധത്തിൽ നിന്നാണ് ഞാൻ തന്നെ എന്ന് പറയുന്നത് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ രക്ഷാകര ചരിത്രം മുഴുവനും ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിന്റെ പുസ്തകം വരെ ഇന്നും നമ്മൾ ഈ രക്ഷാകര ചരിത്രത്തിന്റെ പിന്തുടർച്ചയായിട്ട് പോകുമ്പോൾ ഇന്നും സഭാപ്രബോധനങ്ങളിലൂടെ ദൈവത്തിന്റെ ചിത്രം, ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നുള്ള ഈ ചിത്രം ഇത് കൂടുതൽ കൂടുതൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഈ ദൈവകരുണയുടെ ഒരു ചിത്രം. നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫൗസ്റ്റീന വഴിയാണ്. അപ്പോൾ ദൈവം കരുണയുടെ മൂർത്തിഭാവമാണെന്ന് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത് ഈ ഏകദേശം ഈ നൂറ്റാണ്ടിൽ. ദൈവം കരുണയാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ആ ഒഴുകിയ രക്തവും ജലവും അതിനെ അല്പം കൂടെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു തലമുറയിൽ. അതുകൊണ്ടാണ് രക്ഷാകര ചരിത്രത്തിൽ മുഴുവനും ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രക്ഷാകര ചരിത്രം ആ പുതിയ നിയമത്തിലെത്തുമ്പോൾ പുത്രനായ ദൈവം അവതരിപ്പിച്ചിട്ട് മനുഷ്യമക്കളെ പഠിപ്പിക്കുന്ന ഒരു വാചകമാണ്, ഇനിയും ദൈവത്തെ യാഹുവേ എന്ന് വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു ദൈവത്തെ, അച്ഛൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അദ്ദോണായി കർത്താവേ എന്ന് വിളിച്ചിരുന്ന ആ ദൈവത്തെ ഇനിമേൽ നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുന്നതിനപ്പുറം അപ്പ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കും. ഹീബ്രു ഭാഷയിൽ പറഞ്ഞ അബ്ബ എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കും. നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ് ദൈവശാസ്ത്രത്തില്, ഒരു യഹൂദ ശിശു അപ്പന്റെ മുഖത്ത് നോക്കി ആദ്യമായി വിളിക്കുന്ന, അത്രയേറെ സ്വാതന്ത്ര്യത്തോടുകൂടി മടിയിൽ കയറിയിരുന്ന ആദ്യമായി വിളിക്കുന്ന അപ്പനെ വിളിക്കുന്ന ആ സ്വാതന്ത്ര്യത്തോടുകൂടി, ആ വാത്സല്യത്തോടുകൂടി അപ്പനെ വിളിക്കും, അപ്പാന്ന് വിളിക്കും. ആ അപ്പാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാവുകൾക്ക് നൽകി. മനുഷ്യമക്കൾക്ക് ഇനിമേൽ പിതാവിനെ, ദൈവത്തെ യാഹുവേ എന്ന് വിളിക്കാൻ ഭയപ്പെട്ട അതേ ദൈവത്തെ ഇനിമേൽ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് പുത്രനിലൂടെ ലഭിച്ച ഒന്നാമത്തെ അർത്ഥതലം. ഇവൻ സകലതിൻ്റെയും സൃഷ്ടാവാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അത് ഒന്നാമത്തെ തലം. രണ്ടാമത്തെ തലം, ഇവൻ പിതാവേ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ കാരണം ഈ പുത്രന്റെ അവകാശമാണ്. പുത്രനായ ദൈവത്തിന്റെ ഒരു അവകാശമുണ്ട്, പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ. ആ പുത്രന്റെ അവകാശം മനുഷ്യമക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഈശോ തന്നു, അവനിലുള്ള വിശ്വാസം. നമ്മളെ തിയോളജി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിതാവ് എന്ന് പറയുമ്പോൾ ഒന്ന് പുത്രനായ ക്രിസ്തുവിന്റെ പിതാവാണ്, പിന്നെ പുത്രനിലൂടെ നമുക്ക് പിതാവായി, പുത്രനിലൂടെ നമുക്ക് പിതാവാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് പിതാവായി, നമ്മള് ഓൺ ഫാദർ എന്ന് പറഞ്ഞാലും ത്രൂ ക്രൈസ്റ്റ് എന്നാണ്. ഒരു പുത്രനിലൂടെ നമുക്ക് പിതാവായ ദൈവമാണ്. അത് ക്രിസ്തുവിനെ രക്ഷാകരമാക്കി കണ്ടാൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവനുള്ള വിശ്വാസം വഴി നമ്മളെല്ലാവരും ദൈവമക്കളായി. ആ മക്കളുടെ സ്ഥാനം നമുക്ക് കിട്ടി. അതുകൊണ്ട് ഹീബ്രു പദം ഉപയോഗിക്കുമ്പോൾ, ഈ ഗ്രീക്കില് ബൈബിൾ എഴുതപ്പെട്ടപ്പോൾ ഇത് രണ്ട് വാക്കാണ് ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കുന്നത്. പുത്രനായ ദൈവത്തെ, പുത്രന്റെ സ്ഥാനത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ബൈബിൾ ഉപയോഗിച്ച ഹുയോസ് എന്ന് പറയുന്ന ഒരു വാക്കും, നമ്മൾ മക്കളെന്ന് വിളിക്കാൻ വേണ്ടി നമ്മളെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെക്ന എന്ന് വിളിക്കുന്ന ഒരു വാക്കാണ്. ഇത് രണ്ടാണ്, രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. നമ്മുടെ അപ്പ എന്ന് വിളിക്കാനുള്ള നമ്മുടെ ഓരോരുത്തരുടെ അവകാശം എന്ന് പറയുന്നത് അത് പുത്രൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശമാണ്. പുത്രന്റെ രക്തം വഴി ഇനിമേൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം. അങ്ങനെയാണ് ഈ പിതാവിന്റെ ചിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്നത്. ആ ക്ലാസ്സിൽ ഞാൻ ഒരു മനോഹരമായ സംഭവം അച്ഛൻ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പനെ പപ്പ എന്ന് വിളിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പപ്പാനെ അങ്കിൾ എന്ന് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ബന്ധമാകുമ്പോൾ പപ്പ എന്ന് വിളിക്കും. കാരണം അവന് എൻ്റെ പപ്പയാകുന്നത് എന്നിലൂടെയുള്ള ബന്ധം വഴിയാണ്. ഞാൻ അവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എന്നിലൂടെയുള്ള ബന്ധം വഴി എന്നിലൂടെ അവൻ എൻ്റെ പപ്പനെ പപ്പ എന്ന് വിളിക്കുന്നു. എന്നതുപോലെ തന്നെ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം വഴി ആണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇത് നിന്റെയും കൂടെ പിതാവാണ്, നമ്മുടെയും കൂടെ പിതാവാണ്. അങ്ങനെ ഒരു അത് ഞാൻ ഓർക്കുകയായിരുന്നു. വചനം ഇത് തന്നെയാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം തിരുവചനം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അച്ഛന്മാർ രണ്ടുപേരും സൂചിപ്പിച്ചതിന്റെ ഒരു വചന ബന്ധിയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് പറയുന്നത്. റോമാലേഖനത്തിലും 8-ാം അധ്യായം 14-ാം തിരുവചനം, അത് പരിശുദ്ധാത്മാവ് വഴി നമ്മളെ ദൈവപുത്രരാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്നിട്ട് വചനം പങ്കുവയ്ക്കുന്നത് ഈ പുത്രന്റെ അവകാശത്തെ കുറിച്ചാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. റോമ 8:14 പിന്നെ 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല,
മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് മുഖേന നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. ഇത് പുത്രൻ വഴി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കുന്നത് വഴി ദൈവത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ആബാ പിതാവേ. ഈ ഒരു വചനം വ്യാഖ്യാനിക്കാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഒരു സംഭവമാണ്. ഞാൻ പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്തിരുന്ന ഒരു ഇടവകയിൽ സൺഡേ സ്കൂൾ കുട്ടികളെ കാറ്റഗിസം പഠിപ്പിക്കുന്നു. പ്ലസ് 1 പഠിക്കുന്ന ഒരു കുട്ടി അവൾ എന്നോട് ഒരു വിഷമം പറഞ്ഞാണ്, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. എൻ്റെ അപ്പൻ കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. എൻ്റെ അമ്മയാണ് എന്നെ വളർത്തുന്നത്. ചേട്ടനുണ്ട്, അനിയനുണ്ട്. ഇവള് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയും കൂടെയാണ്. എന്നാൽ ഇവർക്ക് സാമ്പത്തികമില്ല. അപ്പം ഞാൻ ഇവളോട് പറയും, നിനക്ക് പറ്റുവാണെങ്കിൽ ഡോക്ടർ ആകണം, അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നേഴ്സെങ്കിലും ആകണം എന്നെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാറ്. അവൾ പറഞ്ഞു, അച്ഛാ എനിക്കത് പറ്റും, എനിക്കതിനുള്ള കഴിവുണ്ട്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പണമില്ല. ഞാൻ ആ കൊച്ചിനെ ആശ്വസിപ്പിച്ചത്, യഹോവ ഈരെ, ദൈവം തൻ്റെ മലയിൽ ഇഷ്ടമുള്ളത് പ്രദാനം ചെയ്യും, വേണ്ടത് പ്രദാനം ചെയ്യും എന്നുള്ള ആ ഒരു വചനമൊക്കെ കൊടുത്ത് കൊച്ചിനെ ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അബ്രാഹത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു. ദൈവം അബ്രാഹത്തിന് കുഞ്ഞാടിനെ നൽകിയതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഇടപെടും എന്നെല്ലാം പറഞ്ഞു. ദൈവത്തെ നീ അപ്പാ എന്ന് വിളിക്കണം എന്നെല്ലാം പറഞ്ഞ് ഈ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ച്. എന്നിട്ട് അവള് ഇത് വിശ്വസിച്ചു കേട്ടോ. ഞാനൊരു നല്ല രീതിയിൽ ഈ ഒരു ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് +2 ഒക്കെ ആയിട്ട് അവൾക്ക് അഡ്മിഷനൊക്കെ ഏകദേശം റെഡിയായി. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീണ്ടും അവളോട് പറഞ്ഞു, നീ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവൾ ഈ വിശ്വാസം ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് വിളിച്ചിട്ട് പറയാണ്, പക്ഷേ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചി ഇതുവരെയും ഞങ്ങൾക്ക് 1 രൂപയുടെ സഹായം പോലും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നലെ വന്നിട്ട് എൻ്റെ 2 വർഷത്തെ ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞത്. 1 വർഷത്തേന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം വേണ്ടത് പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. അപ്പം ദൈവത്തെ ഈ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, നമ്മൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത്. അതിനേക്കാളേറെ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിലെങ്കിലും സ്വർഗത്തിലുള്ള ഞങ്ങളുടെ അപ്പ അല്ലെ ആബ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സാധിക്കണം. ദൈവം നമുക്കിന്ന് നൽകും. നമുക്കൊരു പാട്ടൊക്കെ പാടി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. യഹോവ ഈരെ, ദാതാവാം ദൈവം, അത് നമ്മുടെ ദാതാവാണ്, അത് നമുക്ക് നൽകും. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ആ ആബാ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. യഹോവ ഈരെ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ഷമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഈ ആബാപിതാവിനെ കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഈശോ വെളിപ്പെടുത്തിയത് വഴിയാണ് ദൈവം അപ്പനാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിച്ചത്. പിതാവായ ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തുന്ന പേര് കർത്താവ് എന്നുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് റോമ 10:9 കാണുന്നത് പോലെ യേശു ആണ് കർത്താവെന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പം ദൈവം 2 അല്ല, അല്ലെ 3 അല്ല, ഒരേ ദൈവം യേശു തന്നെയാണ് പഴയ നിയമത്തിലെ കർത്താവെന്ന് ക്രിസ്ത്യാനി നീ അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് യേശുവിൻ്റെ ഉത്ഥാനം നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ആ ഒരു ബോധ്യത്തിൽ നമുക്കായിരിക്കാം. യേശു വഴി ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ അപ്പൻ
നമ്മുടെയും അപ്പനാണെന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് നമുക്ക് ഈ ഒരാഴ്ച യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.